ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ബ്രെഡ് ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ 1.25 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അതിനാവശ്യത്തിലുള്ള പാല്, തിളപ്പിച്ചാറിച്ച പാലാണിത്. ഇളം ചൂടുപാലാണ്. ഇത് ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാമേ. ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഞാൻ ഈ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഈസ്റ്റ് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്യാമേ. ഈസ്റ്റ് എല്ലാം കൂടെ ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാമേ, ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടി. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈസ്റ്റ് എല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. മൈദ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. പാൽപ്പൊടി ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബട്ടർ, ഇതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മെൽറ്റഡ് ബട്ടറാണ്. ഇതെല്ലാം ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാമേ. ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കുവാണ്. ഇത് ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഇത് നമ്മൾ എത്രയും നന്നായി കുഴച്ചെടുക്കുന്നോ അത്രയും സോഫ്റ്റായിട്ട് കിട്ടും ബ്രെഡ്. ഇതെല്ലാം ഞാൻ നല്ല സോഫ്റ്റായിട്ട് ഇതുണ്ട്, നല്ല സോഫ്റ്റാണ്. ഇപ്പം ഞാൻ നല്ലതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 1 അവർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാമേ. ഇതിൽ ഞാൻ കുറച്ച് ഓയിൽ വരട്ടി കൊടുക്കുവാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്.
ഞാനിതിൻ്റെ മുകളിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്നുകൂടെ അതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഓവനിലാണ് ഇത് വെക്കുന്നത്. ഈ ബേക്കിംഗ് ട്രേയിലാണ് വെക്കുന്നത്. ഇതിലേക്ക് ഞാനിത് വെച്ച് കൊടുക്കുവാണ്. ഈ നനഞ്ഞ ടവലിട്ട് ഞാൻ നനച്ചെടുത്തിട്ടുണ്ട്. ക്ലീനായിട്ടുള്ള ഒരു നനഞ്ഞ ടവലിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാമേ. ഇത് ടവല് ഇതിൽ ഇങ്ങനെ മുട്ടാത്ത രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. ഞാൻ 1 hour ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുത്ത് മാറ്റാവേ. ഒരു ടേബിൾ സ്പൂൺ പാലും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ബ്രെഡിനൊരു കളർ കിട്ടാൻ വേണ്ടി ഇതിൻ്റെ മുകളിലേക്ക് പുരട്ടി കൊടുക്കാൻ. ഇനി ഇത് ഓവനിലേക്ക് വെച്ച് കൊടുക്കും. ബേക്കിംഗ് ടൈം 15 മിനിറ്റ്സ് ആണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. 15 മിനിറ്റ്സ് എടുത്ത് ടൈം. അപ്പം ഇനി ഇതൊന്ന് നന്നായിട്ടായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇതിൽ നിന്നൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാമേ. ബ്രെഡ് ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണത്. ബ്രെഡെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.